ഹലോ ഫ്രണ്ട്സ്, പൈത്തണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എഫ് സ്ട്രിങ് ഉപയോഗിച്ചുള്ള 5 പ്രധാനപ്പെട്ട ട്രിക്കുകളാണ്. അപ്പോൾ നമുക്ക് അതിലോട്ട് കടക്കാം. ആദ്യത്തെ ട്രിക്ക്, നമ്മൾ സാധാരണ ഒരു നമ്പർ ഫോർമാറ്റ് ചെയ്ത് എങ്ങനെ പ്രിൻ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് നമുക്കൊരു നമ്പർ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ n = 1, 10, 100, 1000, 10000, ലക്ഷം. നമുക്കതൊന്ന് പ്രിൻ്റ് ചെയ്യാം. പ്രിൻ്റ് എന്ന് കൊടുത്താൽ നമുക്കത് പ്രിൻ്റ് ചെയ്യാൻ പറ്റും. നമ്മളതൊന്ന് റൺ ചെയ്യുന്നു. സോ നമുക്ക് 1 ലക്ഷം എന്നുള്ള നമ്പറാണ് നമ്മൾ പ്രിൻ്റ് ചെയ്തത്. ആ 1 ലക്ഷം എന്നുള്ളത് കിട്ടി. ഇനി നമുക്കതിനെ ഒന്ന് ഫോർമാറ്റ് ചെയ്യാം. എഫ് സ്ട്രിങ് വെച്ചിട്ട് എഫ് കൊടുക്കുക, കോഡ്സ് ഇടുക, കർലി ബ്രാക്കറ്റ് ഇടുക. ഇതാണ് സാധാരണ ഫോർമാറ്റ്. ഇനി ഇതിൽ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു കോളൻ കൊടുക്കുക, എന്നിട്ട് നമുക്കൊരു കോമ കൊടുക്കാം. ഇനി നമുക്കൊന്ന് റൺ ചെയ്യാം. ഇപ്പം നമുക്ക് കാണാം ഈ നമ്പറിനെ കോമ സെപ്പറേറ്റ് ചെയ്ത് 100,000 എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ റീഡബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി കോമയല്ല വേണ്ടത്, നമുക്ക് ഹൈഫൻ അണ്ടർസ്കോർ ആണെങ്കിൽ നമുക്കിവിടെ അണ്ടർസ്കോർ കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ അണ്ടർസ്കോർ ഇട്ടിട്ട് നമുക്ക് ആ നമ്പർ പ്രിൻ്റ് ചെയ്ത് വരും. ഇതാണ് ട്രിക്ക് നമ്പർ 1. ഇനി അടുത്ത ട്രിക്ക് എന്ന് പറയുന്നത് നമുക്ക് നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. ഞാനിവിടെ പൈ എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. നമുക്കറിയാം 22/7 ആണ് പൈയുടെ വാല്യൂ. നമുക്കതൊന്ന് പ്രിൻ്റ് ചെയ്യാം. പ്രിൻ്റ് ഞാനിവിടെ പൈ എന്ന് കൊടുക്കും. അപ്പം നമുക്ക് കാണാതെ 3.1428 എന്ന് പറഞ്ഞാൽ ഒരു 3 കഴിഞ്ഞിട്ടുള്ള പോയിൻ്റ് കഴിഞ്ഞിട്ട് ഒരു വലിയ നമ്പർ അതിന് വന്നിട്ടുണ്ട്. ഡെസിമൽ പാർട്ടല്ലേ ഫ്രാക്ഷണൽ പാർട്ട് വന്നിട്ടുണ്ട്. നമുക്കതിനെ ഒന്ന് 2 ഡിജിറ്റിലോ 3 ഡിജിറ്റിലോ 4 ഡിജിറ്റിലോ ഫോർമാറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് അവിടെ എഫ് സ്ട്രിങ് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ എഫ് കൊടുക്കുക, കോഡ്സ് ഇടുക, കർലി ബ്രാക്കറ്റ് കൊടുക്കുക. കർലി ബ്രാക്കറ്റിനകത്ത് നമുക്ക് ഈ വേരിയബിളിനെ സറൗണ്ട് ചെയ്യണം. കോഡ്സ് ക്ലോസ് ചെയ്യുന്നു. ഇനി നമുക്കിത് തൊട്ടൊരു കോളൻ ഇടുക, എന്നിട്ട് ഇവിടെ പോയിൻ്റ് ഇടുക. നമുക്കിപ്പോൾ 2 ഡെസിമൽ പാർട്ട്, അതായത് പോയിൻ്റ് കഴിഞ്ഞ് 2 നമ്പർ മതിയെങ്കിൽ നമ്മൾ 2F എന്ന് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് കാണാം 3.14 എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് അതേസമയം ഒരു ഡിജിറ്റ്, അതായത് ഒരു നമ്പർ മതി പോയിൻ്റ് കഴിഞ്ഞെങ്കിൽ ഇവിടെ 1F എന്ന് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്കൊരു നമ്പറുണ്ട്. ഇപ്പം 20.75 എന്ന അല്ലെങ്കിൽ 20.05 എന്നൊരു നമ്പറുണ്ട്. നമുക്കിതിനകത്ത് ഇൻറ്റിജർ പാർട്ട് മാത്രം മതിയെങ്കിൽ നമുക്കിവിടെ കൊടുക്കുക. ഇവിടെ ഞാൻ നമ്പർ എന്നാക്കിയേക്കാം. ഇവിടെ n = എന്നാക്കിയേക്കാം. അപ്പം നമ്മളിവിടെ എന്ത് ചെയ്യുക, n കഴിഞ്ഞിട്ട് കോളം കൊടുത്തിട്ട് ഇവിടെ 0.0f എന്ന് കൊടുത്താൽ മതി. അതായത് 0 കഴിഞ്ഞിട്ട്, അത് പോയിൻ്റ് കഴിഞ്ഞിട്ട് ഒന്നും വേണ്ട, നമ്പറുകളൊന്നും ഉണ്ട്. അപ്പോൾ നമുക്കത് 20 ഇൻറ്റിജറായിട്ട് കിട്ടും. സോ ഇതാണ് നമ്മുടെ ട്രിക്ക് നമ്പർ 2. അടുത്തത് നമ്മുടെ 3ാമത്തെ ട്രിക്കാണ്. ഇത് വെച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പറയാൻ പോകുന്നത്. ഇവിടെ ഞാനിവിടെ ഏജ് = 25 എന്ന് കൊടുത്തു. ഇവിടെ ഞാൻ ഏജ് പ്രിൻ്റ് ചെയ്യാൻ പോകണം. സോ നമുക്കിതിപ്പോൾ ഇങ്ങനെ കാണാം. ഇപ്പോൾ ഏജ് ഇവിടെ 25 എന്ന് വന്നു. നമ്മൾക്ക് ഇതിൽ തന്നെ ഇപ്പം നമുക്ക് നമ്പർ മാത്രമേ കിട്ടുന്നുള്ളൂ. വേരിയബിളൂടെ കിട്ടണമെന്ന് വിചാരിക്കുക. നമ്മളിവിടെ ജസ്റ്റ് ഒരു ഈക്വൽ ഇട്ടാൽ മാത്രം, ഏജ് ഈക്വൽ എന്നിട്ടാൽ മതി. നമുക്കവിടെ ആ വേരിയബിളിൻ്റെ പേരും അതിൻ്റെ വാല്യൂ നമുക്ക് പ്രിൻ്റ് ചെയ്ത് കിട്ടും. സോ ഇതാണ് 3ാമത്തെ ട്രിക്ക്. അടുത്ത നമുക്ക് 4ാമത്തെ ട്രിക്കിലോട്ട് പോകാം. ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഫോർമാറ്റിംഗ് ആണ്. അതായത് ലെഫ്റ്റ്, റൈറ്റ്, സെൻറ്റർ, അലൈൻമെൻറ്റ്, അതാണ് നമ്മൾ പഠിക്കുന്നത്. നമുക്കിവിടെ 3 വേരിയബിൾ നമുക്ക് ആദ്യം ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ L കൊടുക്കുന്നു. ഇവിടെ ഞാൻ ലെഫ്റ്റ് അലൈൻ എന്ന് പറയുന്നു. ഇവിടെ ഞാൻ R കൊടുക്കുന്നു. ഇവിടെ ഞാൻ റൈറ്റ് അലൈൻ എന്ന് പറയുന്നു. അടുത്ത് ഞാൻ C കൊടുക്കുന്നു. ഇവിടെ ഞാൻ സെൻറ്റർ അലൈൻ എന്ന് പറയുന്നു. ഇനി നമുക്ക് ഒന്ന് അലൈൻ ചെയ്യാം. ഇവിടെ നമ്മൾ പ്രിൻ്റ് കൊടുക്കുക, എഫ് സ്ട്രിങ് കൊടുക്കുക, നമുക്ക് കർലി ബ്രേസിനകത്ത് നമുക്ക് ആ വേരിയബിൾ കൊടുക്കാം. ഇവിടെ ഞാൻ ആദ്യം L കൊടുക്കുന്നു, എന്നിട്ട് ഞാൻ അതിനെ ലെഫ്റ്റ് അലൈൻ കൊടുക്കാൻ പോവാണ്. കോളൻ ഇടുക. അതിനുശേഷം നമുക്ക് അലൈൻ ചെയ്യേണ്ടത് ലെഫ്റ്റ് അലൈൻ ആണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ലെസ് ദാൻ സിമ്പിൾ കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു 25 കൊടുക്കാം.
സോ നമുക്കൊന്ന് റൺ ചെയ്യാം. ഇപ്പോൾ ഇത് ലെഫ്റ്റ് അലൈൻ വന്നിട്ടുണ്ട്. നമുക്കിത് എന്താണെന്ന് മനസ്സിലാകാൻ ഉള്ളത് ഒരു കാര്യം ചെയ്യാം. ഈ ലെഫ്റ്റ് അലൈനകത്ത് തന്നെ ഫില്ലുണ്ട്. എം ടി സ്പേസ് നമുക്കൊന്ന് ഫില്ല് നോക്കാം എന്തെങ്കിലും വെച്ച്. ഉദാഹരണം ഞാനൊരു അണ്ടർസ്കോർ വെച്ചിട്ടൊന്ന് അല്ലെങ്കിൽ ഹൈഫൻ വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്യാം. ഇനി നമുക്കൊന്ന് റൺ ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് കാണാം ലെഫ്റ്റ് അലൈൻ കഴിഞ്ഞിട്ടുള്ള സ്പേസിൽ ആ ഫ്രീ സ്പേസിൽ ഇവിടെ എന്ത് വന്നിട്ടുണ്ട്, ആ ഹൈഫൻ അവിടെ വന്നിട്ടുണ്ട്. സോ ഇതാണ് ലെഫ്റ്റ് അലൈൻ. ഇനി നമുക്ക് സെൻറ്റർ അലൈൻ നോക്കാം. എഫ് സ്ട്രിങ് കൊടുക്കുക, കോഡ്സ് ഇടുക, കർലി ബ്രാക്കറ്റ് ഇടുക, സെൻറ്ററിൻ്റെ സി വേരിയബിൾ കൊടുക്കുക. ഇനി നമ്മളിവിടെ കോളൻ ഇടുക. സെൻറ്റർ അലൈനെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ക്യാരറ്റ് സിമ്പലാണ്. ക്യാരറ്റ് സിമ്പൽ കൊടുക്കുക, എത്രയാണെന്ന് പറഞ്ഞു കൊടുക്കുക, 25 തന്നെ പറയുക. സോ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പം നമുക്ക് കാണാം ഈ ലെഫ്റ്റ് അലൈൻ അവിടെ കിടന്നോട്ടെ, സെൻറ്റർ അലൈൻ നമുക്കിപ്പോൾ ഇത് കാണാം. ഇവിടെ നമുക്കിതുകൊണ്ട് ഫില്ല് ചെയ്യാം. എന്തെങ്കിലും ഒരു ഹൈഫനോ വെച്ച് ഞാനിവിടെ ഒരു ഹൈഫൻ കൊടുക്കുന്നു. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പം നമുക്ക് കാണാം ലെഫ്റ്റ് അലൈനും സെൻറ്റർ അലൈനും വന്നിട്ടുണ്ട്. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് റൈറ്റ് അലൈനാണ്. എഫ് സ്ട്രിങ് കോൾ ചെയ്യുന്നു, എഫ് കൊടുക്കുന്നു, കർലി ബ്രേസ് ഇടുന്നു. ഇവിടെ നമ്മൾ 6 കൊടുക്കുന്നു. 6 വേരിയബിളിൻ്റെ പേര്. ഇനി നമ്മളിവിടെ കോളൻ കൊടുക്കുക. നമുക്കിവിടെ ഗ്രേറ്റർ ദാൻ ആണ് അടുത്ത് കൊടുക്കേണ്ടത്. ഗ്രേറ്റർ ദാൻ സിമ്പിൾ 25 എന്ന് പറയുക. എത്രയാണോ സ്പേസ് വേണ്ടത് അതാണ് ഈ നമ്പർ 25 എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമുക്ക് റൈറ്റ് അലൈൻ കാണാം. ഇവിടെ എന്തെങ്കിലും ഇതുകൊണ്ട് ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൈഫനോ ഏത് സ്പെഷ്യൽ ക്യാരക്ടർ കൊടുത്തുകൊണ്ട് നമുക്കങ്ങനെ ഫില്ല് ചെയ്യാം. സോ ഇപ്പം 3 നമുക്ക് അലൈൻമെൻറ്റ് നമുക്കിത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇതാണ് 4ാമത്തെ ട്രിക്ക്. ഇത് നമുക്ക് 5ാമത്തെ അല്ലെങ്കിൽ അവസാനത്തെ ട്രിക്ക് നമുക്കൊന്ന് പഠിക്കാം. എഫ് സ്ട്രിങ് വെച്ചിട്ട് നമുക്ക് ആദ്യം അതിനായിട്ട് ഫ്രം ഡേറ്റ് ടൈം പറയുക. നമുക്ക് ഡേറ്റ് ടൈമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇമ്പോർട്ട് ഡേറ്റ് ടൈം പറയുക. എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു ഡി ടി എന്ന് പറഞ്ഞ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. അതിനകത്തോട്ട് നമുക്ക് ഡേറ്റ് ടൈം നമുക്ക് ഇപ്പം നമുക്ക് ഈ ഡി ടി എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ട്. നമുക്ക് അതിനകത്തോട്ട് നമുക്ക് ഇന്നത്തെ ഡേറ്റ് എടുക്കാം. സോ ടുഡേ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. ഡേറ്റ് ടൈം ഡോട്ട് ടുഡേ കൊടുത്തു കഴിഞ്ഞാൽ ഡി ടിക്കകത്തോട്ട് ഇന്നത്തെ ഡേറ്റ് വരും. നമുക്ക് അതൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. പ്രിൻറ്റ് ഡി ടി റൺ ചെയ്യാം. ഇപ്പം നമുക്ക് ഇയർ, മന്ത്, ഡേ, പിന്നെ ടൈം തന്നെ വലിയൊരു സ്ട്രിങ് ആയിട്ട് കിട്ടി. ഇനി നമുക്കിതിനകത്ത് നമുക്കൊന്ന് ഫോർമാറ്റ് ചെയ്യാം. നമുക്കിപ്പം ഡേ, മന്ത്, ഇയർ നമുക്കൊന്ന് ഫോർമാറ്റ് ചെയ്യാം നമ്മളുടെ രീതിയിൽ. അപ്പോൾ അതായത് DMY ഫോർമാറ്റിലോട്ട് നമുക്കൊന്ന് മാറ്റാമെങ്കിൽ നമ്മളിവിടെ എഫ് കൊടുക്കുക, എന്നിട്ട് കോഡ്സ് ഇടുക, കർലി ബ്രാക്കറ്റിനകത്ത് ആ വേരിയബിൾ ആക്കുക, കോഡ്സ് ക്ലോസ് ചെയ്യുക. ഇനി നമുക്ക് കോളൻ ഇടുക. ഇവിടെ നമുക്ക് %D എന്ന് പറഞ്ഞാൽ ഡേറ്റ് ആണ്, ഡേ ആണ്, %M മന്താണ്, %Y ഇയർ ആണ്. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പം നമുക്ക് കാണാം 28 to 24 വന്നിട്ടുണ്ട്. ഇയർ നമുക്ക് ഫുള്ളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അപ്പർ കേസ് Y കൊടുക്കാം, ക്യാപിറ്റൽ Y കൊടുക്കാം. ഇത് നമുക്കത് റൺ ചെയ്താൽ നമുക്ക് കാണാം 28 to 2024 എന്ന് തോന്നും. ഇനി മന്ത് നമുക്ക് ഫോർമാറ്റ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് ഈ എമ്മിന് പകരം B ഇവിടെ കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് മന്ത് എന്നുള്ളത് ക്യാരക്ടർ കിട്ടും. അതായത് ഇപ്പോൾ ജാൻ, ഫെബ്, MAR, മാർച്ചിന് MAR, അങ്ങനത്തെ ഒരു രീതി 3 അക്ഷരമായിട്ടുള്ള രീതി കിട്ടും. ഇപ്പം നമുക്ക് കാണാം 28 ഫെബ് 2024 എന്നുണ്ട്. അതല്ല ഫുള്ളായിട്ടുള്ള ഒരു പേര് വേണമെങ്കിൽ അപ്പർ കേസ് B കൊടുത്താൽ മതി. സോ ഈ നമ്മളുടെ എഫ് സ്ട്രിങ് വെച്ചിട്ടുള്ള 5 ടെക്നിക്കാണ്, ട്രിക്കാണ് നമ്മളിവിടെ പഠിച്ചത്. ഈ 5 മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.